ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. മാഡം എൻ്റെ ഫ്രണ്ടിൻ്റെ റിസൾട്ടാണ് നോക്കിയിട്ട് ഒന്ന് നോർമൽ ആണെന്നൊന്ന് പറയാം. ഡബിൾ മാർക്കർ അല്ലേ, ഇത് ലോ റിസ്ക് ആയിട്ടാണ് വന്നേക്കുന്നത്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. താങ്ക് യു മാഡം. മാഡം ഒരു സംശയം കൂടി, ഞങ്ങൾ മാരീഡ് ആണ്, 6 മന്തായി. ഒരു പ്രഗ്നൻസിക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് പറയണ ഫോളിക് ആസിഡ് സപ്ലിമെൻ്ററി വേണമെന്നാണ് പറയുന്നത്. അത് കഴിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? കഴിക്കുന്നുണ്ട്, പ്രോബ്ലം ഒന്നുമില്ല. നമ്മൾ സാധാരണ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവരോട് പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്സ് അഹെഡായിട്ട്, പ്രഗ്നൻസി നോക്കുന്നതിന് 3 മാസം മുന്നേ തൊട്ട് ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങണമെന്ന് പറയുന്നതിൻ്റെ റീസൺ വന്നിട്ട്, ചില കുട്ടികൾക്ക് ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല, വരുന്ന ഓവയുടെ ക്വാളിറ്റി നല്ലതാവണമെന്നില്ല. അപ്പം ഫോളിക് ആസിഡ് കഴിക്കുമ്പോൾ അതെല്ലാം നല്ല രീതിയിൽ നടക്കും. അത് മാത്രമല്ല, മിക്ക കേസസിലും പ്രഗ്നൻസി UPT, യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് 1.5-2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോഴത്തേക്കും ബേബിയുടെ ന്യൂറൽ ട്യൂബൊക്കെ ഫോം ആകാൻ തുടങ്ങിക്കാണും. ആ സമയത്ത് വരുന്ന ഡെഫിഷ്യൻസീസ് കാരണം ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ പീരീഡും കൂടെ കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 മാസം മുന്നേ തുടങ്ങാൻ പറയും. ചില കേസസിൽ ആദ്യത്തെ 3 മാസം സിവിയർ വോമിറ്റിംഗ് ഒക്കെ ആയിരിക്കും, ഹൈപ്പറെമിസിസ് എന്ന് പറയും. അപ്പം അവർക്ക് ഫോളിക് ആസിഡ് കഴിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ എല്ലാ ഡെഫിഷ്യൻസീസ് ഒന്ന് കവർ ചെയ്ത് കിട്ടാനും വരുന്ന എഗ്ഗിൻ്റെ ഓവയുടെ ക്വാളിറ്റി നന്നായി കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഫോളിക് ആസിഡ് നേരത്തെ കഴിച്ച് തുടങ്ങാൻ പറയുന്നത്. അത് കഴിക്കുന്നതുകൊണ്ട് വേറെ യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല, അത് കഴിക്കുന്നതാണ് നല്ലത്. കഴിച്ചില്ലെങ്കിൽ വളരെ വലിയ സീരിയസ് ആയിട്ടുള്ള ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സും സ്പൈന ബൈഫിഡ അങ്ങനെ കുറേ വിഷയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിച്ചു തുടങ്ങിക്കോ. തുടരണം. പ്രഗ്നൻസി ആയാലും ഫസ്റ്റ് 3 മന്ത്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, ശരി.